ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് 4 മണി പലഹാരമായിട്ട് സുഖിയൻ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ 2 മണിക്കൂർ നേരം കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ള ചെറുപയറാണിത്. 1 കപ്പ് ചെറുപയർ കുതിർത്തിയെടുത്തതിലേക്ക് ചെറുപയറിൻ്റെ ഒപ്പം വെള്ളം വെച്ചിട്ട് നമുക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് നല്ല ജീരകവും 2 ഏലക്കായുടെ കുരും കൂടെ കല്ലിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അരമുറി തേങ്ങയിലോട്ട് ഇതൊന്ന് അരിച്ച് ചേർക്കാം. നന്നായി പൊടിഞ്ഞു കിട്ടുകയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചെറുപയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിക്ക് വെച്ചാൽ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല, നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ നല്ല പാകമായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയ ഉള്ളിയും അരിഞ്ഞതും തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള നല്ല ജീരകം ഏലക്കായും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ വേണം നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാം. അതൊന്ന് അരിച്ച് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. ചില ആളുകൾക്ക് ഒരുപാട് മധുരം ഇഷ്ടമാണ്. ഞാനിവിടെ കുറഞ്ഞ മധുരമാണ് താല്പര്യമുള്ളൂ. എന്നെങ്കിലും അത്യാവശ്യം മധുരത്തോടെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് തീ വീണ്ടും ഓണാക്കിയിട്ട് നന്നായി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി നമ്മുടെ നല്ല ജീരകത്തിൻ്റെയും തേങ്ങയുടെ എല്ലാ സ്മെല്ല് പുറത്തേക്ക് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നെയ്യ് താല്പര്യമുള്ളവർക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 വലിയ ടീസ്പൂണ് അരിപ്പൊടിയും 1 കപ്പ് മൈദയും കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് പച്ചവെള്ളത്തിൽ ഇതൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കറണ്ട് പോയി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് നമ്മൾ വെള്ളമൊഴിച്ച് കലക്കിയെടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കട്ടകളൊന്നുമില്ലാതെ പെട്ടെന്ന് കലക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററി കലക്കി കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ കിട്ടണം. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള ബാറ്ററായി പോകരുത് കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരുപാട് ലൂസാവാനും പാടില്ല. നമ്മുടെ എള്ളിമാവിൻ്റെ ഒക്കെ ഒരു പരുവം. ഇനി നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ ചെറു ചൂടായിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒരുപാട് കൂടുക, ശർക്കര കൂടുകയൊക്കെ ചെയ്താൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വെള്ളം വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഓരോ ഉരുളകളും വെളിച്ചെണ്ണയിലോ ഓയിലിലോ ആണ് നമ്മൾ പൊരിച്ചെടുക്കുക. അപ്പോൾ ഓരോ ഉരുളകളും നമുക്ക് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടി എന്ന് തോന്നുകയാണെങ്കിൽ അരിപ്പൊടി ഒരിക്കലും ചേർക്കരുത്, പകരം നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ചിലർ അരിപ്പൊടി ചേർക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് അവിൽ ചേർക്കുമ്പോഴായിരിക്കും. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനെ ഒന്ന് പാകാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സുഖീനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ 2 സൈഡും ഒന്ന് മൊരിഞ്ഞു വരുന്ന രീതിയിൽ ആയാൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ വെയിറ്റ് കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും നമുക്കിതാ ചെറുപയറിൽ സുഖീൻ തന്നെ ആവണമെന്നില്ല, ഇതേ രീതിയിൽ നമുക്ക് പൊരിച്ചെടുക്കാതെ തന്നെ ശർക്കരയും തേങ്ങയും ചെറുപയറിന് പകരം നമുക്ക് വൻപയർ വെച്ചിട്ടും ചെയ്തെടുക്കുക. ഏതൊരു കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും അതെ, തൂക്കക്കുറവും തടി കുറവൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്കത് വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ 2 സൈഡ് നമുക്ക് ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഈ കളറായിട്ട് കോരിയെടുക്കാം. ഒന്നും കൂടെ ചുവപ്പ് കളറും കൂടി ആയി കിട്ടണമെങ്കിൽ അങ്ങനെ ആയിട്ടും നമുക്ക് കോരിയെടുക്കാം കേട്ടോ. 2 രീതിയിലായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതുതായി വന്നിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അതാ നമ്മുടെ സുഗീനെല്ലാം പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണ പിടിക്കാതെ തന്നെ അത്യാവശ്യം മൊരിഞ്ഞിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സുഗിയൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.